അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ളവരെ, ചരിത്രത്തിൽ ഹൃദയത്തെ സ്പർശിക്കുന്ന ഒരു സംഭവം പറയാം. മഹാനായ പ്രവാചകൻ അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് സമ്പത്തുണ്ടായിരുന്നു, സന്താനങ്ങളുണ്ടായിരുന്നു, ആരോഗ്യവുമുണ്ടായിരുന്നു. എന്നാൽ ഒരു സന്ദർഭത്തിൽ എല്ലാം നഷ്ടമായി. ശരീരത്തെ മുഴുവൻ വേദന പിടികൂടി. വർഷങ്ങളോളം രോഗം സഹിക്കേണ്ടി വന്നു. എങ്കിലും ഒരു ദിവസം പോലും മഹാനവർകൾ അള്ളാഹുവിനോട് പരാതിപ്പെട്ടില്ല. പകരം ഇങ്ങനെ പ്രാർത്ഥിച്ചു: അന്നി മസ്സനിയദ്ദുറു വ അൻത അർഹമുർ റഹീമീൻ. പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ അംബിയായിലൂടെ അല്ലാഹു തആല ഇത് പറയുന്നുണ്ട്. എനിക്ക് ദുരിതം ബാധിച്ചിരിക്കുന്നു, നീ കരുണ ചെയ്യുന്നവരിൽ ഏറ്റവും കരുണയുള്ളവനാണ്. ഈ ഒരു പ്രാർത്ഥനയിൽ പരാതിയില്ല, നിരാശയില്ല, അള്ളാഹുവിനുള്ള പൂർണ്ണ വിശ്വാസം മാത്രമാണുള്ളത്. പ്രിയമുള്ളവരെ, നമ്മളിൽ പലരും ചെറിയൊരു തലവേദന വന്നാലോ ചെറിയൊരു പ്രയാസം വന്നാലോ എന്തുകൊണ്ടാണ് എനിക്ക് മാത്രം ഇങ്ങനെ എന്ന് ചോദിക്കാറുണ്ട്. എന്നാൽ ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ വേദനകൾക്ക് വലിയ അർത്ഥമുണ്ടെന്ന് പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നു. വിശുദ്ധ ഖുർആനിൽ പരലോക ശിക്ഷയെക്കുറിച്ച് പറയുമ്പോൾ പല സ്ഥലങ്ങളിലും അദാബുൻ അലീം, വേദനയേറിയ ശിക്ഷ എന്ന പ്രയോഗമാണ് അല്ലാഹു തആല പ്രയോഗിച്ചിരിക്കുന്നത്. ലോകത്ത് അനുഭവിക്കുന്ന ചെറിയ വേദനകൾ പോലും ആ മഹാവേദനയെ ഓർമ്മപ്പെടുത്തുന്ന ഒരു സന്ദേശമാണ്. അതിനാൽ അവ നമ്മെ തിന്മകളിൽ നിന്ന് അകറ്റാനും നന്മകളിലേക്ക് മുന്നേറാനും സഹായിക്കും. അതുതന്നെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും പഠിപ്പിച്ചിരിക്കുന്നത്. മഹാനായ അബൂ സഈദ് അൽ-ഖുദരി റളിയല്ലാഹു അൻഹു അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു: മാ യുസീബുൽ മുസ്ലിമ മിൻ നസബിൻ വലാ വസബിൻ വലാ ഹമ്മിൻ വലാ ഹുസ്നിൻ വലാ അദൻ വലാ ഗമ്മിൻ ഹത്ത ശൗകതി യുശാഖുഹ ഇല്ലാ കഫറല്ലാഹു ബിഹാ മിൻ ഖതായാഹു. ഒരു മുസ്ലിമിന് ക്ഷീണമോ രോഗമോ ദുഃഖമോ വിഷമമോ എന്തെങ്കിലും പ്രയാസമോ ഒരു മുള്ള് തറക്കുന്നത് വരെ സംഭവിച്ചാലും അതുവഴി അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ പാപങ്ങൾ പൊറുക്കുന്നതാണ്. സ്വഹീഹ് ബുഖാരിയിൽ ഉദ്ധരിക്കപ്പെട്ട ഹദീസാണിത്. എത്ര വലിയ ആശ്വാസമാണ് ഈ ഹദീസ് നൽകുന്നത്. നമ്മൾ അനുഭവിക്കുന്ന ഓരോ വേദനയും വെറുതെയാവില്ല. അത് നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമാകും. അല്ലാഹുവിൻ്റെ അടുക്കൽ നമ്മുടെ പദവി ഉയരാൻ കാരണമാകും. മറ്റൊരു ഹദീസിൽ ഉസ്മാൻ ബിൻ അബിൽ അസ് റളിയല്ലാഹു അൻഹു തൻ്റെ ശരീരത്തിലെ വേദനയെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പരാതിപ്പെട്ടപ്പോൾ അവിടുന്ന് വളരെ മനോഹരമായ ഒരു ചികിത്സ പഠിപ്പിക്കുന്നതായി കാണാം. വേദനയുള്ള ഭാഗത്ത് കൈവച്ച് 3 പ്രാവശ്യം ബിസ്മില്ലാഹ് എന്ന് പറയുക. തുടർന്ന് 7 പ്രാവശ്യം ഇങ്ങനെ പറയുക: അഊദു ബില്ലാഹി വ ഖുദ്റതിഹി മിൻ ശർരി മാ അജിദു വ ഉഹാദിർ. ഞാൻ അനുഭവിക്കുന്ന, ഞാൻ ഭയപ്പെടുന്നതുമായ ബുദ്ധിമുട്ടിൽ നിന്ന് അള്ളാഹുവിനോടും അവൻ്റെ ശക്തിയോടും ഞാൻ അഭയം തേടുന്നു. ഇമാം മുസ്ലിം അവിടുത്തെ സ്വഹീഹ് ഉദ്ധരിച്ച ഹദീസാണിത്. പ്രിയമുള്ളവരെ, ഇന്ന് മനുഷ്യൻ വേദനയിൽ നിന്ന് ഓടി രക്ഷപ്പെടാനാണ് ശ്രമിക്കുന്നത്. എന്നാൽ ഒരു സത്യവിശ്വാസി വേദനയെ അള്ളാഹുവിലേക്കുള്ള മടങ്ങിവരവിൻ്റെ അവസരമാക്കുകയാണ് വേണ്ടത്. രോഗം വരുമ്പോൾ ദുആ വർദ്ധിപ്പിക്കുക, പ്രയാസം വരുമ്പോൾ അള്ളാഹുവിനോട് തൗബ ചെയ്യുക, പരീക്ഷണം വരുമ്പോൾ ക്ഷമയോടെ അള്ളാഹുവിൽ പ്രത്യാശ അർപ്പിക്കുക. ജീവിതത്തിൽ വേദനകൾ കടന്നു വന്നാൽ പരാതിപ്പെടുന്നതിന് മുമ്പ് നമുക്ക് ഒരു നിമിഷം ചിന്തിക്കാം: ഈ പരീക്ഷണത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നിൽ നിന്ന് അല്ലെങ്കിൽ എന്നെ എന്താണ് പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്? ആ ചിന്ത നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ വേദനകളും പാപമോചനത്തിനും പദവി ഉയരുന്നതിനും കാരണമാകട്ടെ. രോഗികൾക്ക് പരിപൂർണ ശിഫ പ്രദാനം ചെയ്യട്ടെ. എല്ലാ പരീക്ഷണങ്ങളിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് സലാമത്ത് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.